സജി നന്ദിയാട്ടെ, അങ്ങയുടെ അറിവിൽ ഈ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു പീഡന കേസിൽ, ഒരു ബലാത്സംഗ കേസിൽ അതിലെ അതിജീവിത എനിക്ക് ഈ കോടതി അവിശ്വാസമാണ്, ഈ കോടതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ശരി മേൽക്കോടതി അംഗീകരിക്കപ്പെട്ടില്ല, പക്ഷെ മേൽക്കോടതിയിലേക്ക് പോയ ഒരൊറ്റ സംഭവം ചൂണ്ടിക്കാണിക്കാവോ? ഒരേ ഒരു സംഭവം സജി നന്ദിയാട്ടെ. അതിജീവിത തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, ഒരേ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ചോദിക്കുന്നത്. ഒരേ ഒരു സംഭവം, ഞാൻ മനസ്സിലാക്കിയ കാര്യം ചൂണ്ടിക്കാണിക്കാവോ? പറയട്ടെ അശ്മി, പറയൂ. ഞാൻ പറയട്ടെ. ഇത് രണ്ടാമത്തെ അന്വേഷണം വന്നപ്പോൾ കേരള പൊതുസമൂഹത്തിന് മനസ്സിലായി എന്താണ്. ഇന്നലെ ബൈജു കൊട്ടാരക്കര ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഇന്നലെ ഒരു ചാനലിൽ എന്നോട് പറഞ്ഞു, അശ്മി എടുത്ത് നോക്കണം. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഒന്നാമത്തെ അന്വേഷണത്തിൽ തെളിവുകളൊന്നും പര്യാപ്തമല്ല, പ്രതിരോധത്തിലാവുമെന്ന് കണ്ടതുകൊണ്ടാണ് രണ്ടാമത്തെ അന്വേഷണം വന്നതും ഞങ്ങളാണ് ബാലേന്ദ്രമാനെ കൊണ്ടു അദ്ദേഹം ഇന്നലെ പറഞ്ഞു, യൂട്യൂബിൽ കിടപ്പട്ടെ. അപ്പോൾ ഒന്നാമത്തെ അന്വേഷണത്തിൽ ഒന്നുമില്ലായിരുന്നു, എന്നിട്ടാണ് 85 ദിവസം ആരെ പിടിച്ചിട്ടത്? ദിലീപിനെ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയില്ല. 2, ആദ്യത്തെ ദിലീപിന്റെ ജാമ്യം ഹാഷ്മി ഓർക്കുന്നുണ്ട്. ഹാഷ്മി പത്രപ്രവർത്തനാണ്, നമ്മളൊക്കെ ചർച്ച ചെയ്ത. അപ്പോൾ ഹാഷ്മി ഓർക്കണം, അന്ന് ആരായിരുന്നു അന്നത്തെ വക്കീലായിരുന്ന നമ്മുടെ അദ്ദേഹത്തെ പേര് പെട്ടെന്ന് മറന്നു, രാംകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുടെ ബൈറ്റ് കിടപ്പുണ്ട് അല്ലെ? എന്താ പറഞ്ഞേ? ആദ്യമായിട്ടാണ് അല്ലല്ലേ രാംകുമാറാണ് ദിലീപിന്റെ ആദ്യത്തെ വക്കീല്. അജയകുമാർ ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറാ. രാംകുമാർ പറഞ്ഞൊരു വാചകമുണ്ട്. എന്തായിരുന്നു വാചകം? എന്റെ ജീവിതത്തിൽ അത്രയും സീനിയറായ അഭിഭാഷകൻ പറയാണ്, അങ്കമാലി കോടതിയിൽ തിരിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബൈറ്റ് കിടപ്പണം, നിങ്ങളുടെ ലൈബ്രറി നോക്കിയാൽ കിട്ടുമത്. എന്താ പറഞ്ഞറിയാവോ? എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഒരു പ്രതിയെ പിടിച്ചിട്ട് അകത്തിട്ടിട്ട് തെളിവ് ശേഖരിക്കുന്നത്. അതായത് പ്രതി ഇന്നയാളായിരിക്കണം നേരത്തെ തീരുമാനിച്ചു. ഈ തലച്ചോറ് ആരുടെ? അത് മാർട്ടിൻ പറഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ പറഞ്ഞു ആദ്യകാലത്ത്. എന്ത് പറഞ്ഞു? പിന്നീട് മാർട്ടിന് ഇടി കിട്ടിക്കാണും, അല്ല ഹൂമ്പിന് ഇടി കിട്ടിക്കാണും. അപ്പോഴായിരിക്കും മാർട്ടിൻ പിന്നെ തിരിച്ചു പറഞ്ഞത്. ബിബിലാൽ എന്താ പറഞ്ഞ? ആദ്യം ദിലീപ് ഏട്ടനെ കൊടുക്കാൻ എന്നെ കൊണ്ട് കത്തെഴുതിച്ചാന്ന് ബിബിലാൽ പറഞ്ഞു. പിന്നെ അവൻ മാറ്റി പറഞ്ഞു. ബിബിലാൽ ആരാ? ഇവിടെ അടുത്തുള്ള, ഞങ്ങളുടെ അടുത്തുള്ള, എനിക്ക് ബിബിലാനെ അറിയാം. ഒരു തട്ടിപ്പ് കേസിൽ പുള്ളി പ്രതിയായി കിടന്ന അകത്ത്. ഇവരാരും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കിടന്നവരല്ലല്ലോ. അപ്പൊ അതിനുശേഷം മാർട്ടിൻ പറയുന്നുണ്ട് ഇത് ചെയ്ത് ആരാന്ന്. മാർട്ടിൻ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു സംവിധായകൻ 2 നടിമാരൂടെ ചെയ്തത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ചാനലിൽ കേൾപ്പിച്ചത്. അപ്പം ഇതൊന്നും ആർക്കും വേണ്ട. ദിലീപിനെ എങ്ങനെ പ്രതിയാക്കാൻ വേണ്ടി മാത്രമുള്ള ലക്ഷ്യത്തിലേക്ക് പോയപ്പം നിങ്ങൾ ചാനലുകളെല്ലാം കൂടെ ഇരുന്ന് ഒരു മാധ്യമ വിചാരണ നടത്തി. നിങ്ങളുടെ മാധ്യമ വിചാരണ എല്ലാം പൊളിഞ്ഞിട്ട് ഇവിടെ കോടതിയുടെ വിചാരണയാണ് ഈ രാജ്യത്തിന് ആവശ്യമെന്ന് ഇന്ന് തെളിഞ്ഞു. ഒരു സാധാരണക്കാരുടെ വിശ്വാസം കോടതിയിലാണ്. ഒരു മാധ്യമ വിചാരണ ഉണ്ടായില്ല ഇവിടെ കേരളത്തിലല്ല, രാജ്യത്തല്ല, ലോകത്ത് കേൾക്കാത്ത റേപ്പ് കൊട്ടേഷൻ കേസ് ഉണ്ടാവുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട നടൻ പ്രതി ചേർക്കപ്പെട്ടു. അയാൾ 8ാം പ്രതിയായി ഗൂഢാലോചന പോലീസ് പറഞ്ഞു, സമർപ്പിച്ചു. ഒന്നിനൊന്ന് തെളിവുകൾ ഒരു കഥ ഉണ്ടാക്കില്ല. അത് കോടതിയിലെത്തി. ഞാൻ പറഞ്ഞില്ലേ, ശിക്ഷാവിധി വരട്ടെ. ബൈജു കൊട്ടാരക്കര, ശരി, ആകാശദൂതനെ വെല്ലുന്ന വൈകാരിക കഥകളുമായി 2 ആഴ്ചയായിട്ട് നീണ്ട കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശരി, ശ്രീ ബൈജു കൊട്ടാരക്കര, ശരി, ശ്രീ ബൈജു കൊട്ടാരക്കര, ആ തെളിവുകൾ ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.